ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എക്സസൈസ് 5.3-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കണം. എന്ത് മെത്തേഡ് ഉപയോഗിച്ചു? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആണ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഏതൊക്കെയായിരിക്കും നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ്? 2, 3, 5, 7, 11 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഉപയോഗിച്ചായിരിക്കണം നമ്മൾ ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 729. ഇപ്പോൾ 729 നമുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 വെച്ചായിരിക്കും. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ ചെയ്യേണ്ടത് എന്തുപയോഗിച്ചാണ്? 2 വെച്ച്. ഇനി 3 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ആ സംഖ്യ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. ഇപ്പോൾ 729 നമുക്ക് ഈ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടി വെക്കാം. 7 + 2 + 9 എന്നിട്ട് കിട്ടുന്ന ആൻസർ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണെന്ന് നോക്കാം. ഇപ്പൊ 7 + 2 + 9 എത്രയാണ്? 18. 3യുടെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതല്ലേ? 6 3s are 18. അപ്പൊ നമുക്കിതിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും, ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ പിന്നെ ഇനി എന്താ? 5. ഇനി 5 വെച്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ 35, 85 അതുപോലെ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നതെല്ലാം നമുക്ക് 5 കൊണ്ട് ചെയ്യാം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 15 5 ആണല്ലോ എന്ന് വരുന്നത് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? 5 കൊണ്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? 15 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 5 ലാസ്റ്റ് ഡിജിറ്റ് ആണെന്ന് വിചാരിച്ച് 5 കൊണ്ടല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്? 3 വെച്ചാണ് നമുക്ക് 15 ചെയ്യേണ്ടത്. കാരണം 5നേക്കാളും ചെറിയ 3 ആണ്. ആ 3 വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. 5 3s are 15 അല്ലേ. പിന്നെ 7, 11 അല്ലേ. ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഇങ്ങനത്തെ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കതൊക്കെ ഓരോന്ന് പറഞ്ഞു വരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്തു തുടങ്ങാം. ആദ്യം എന്താന്ന് പറഞ്ഞത്? 729. അപ്പോൾ 729 നമ്മൾ ആഡ് ചെയ്തപ്പോൾ 18 കിട്ടി അല്ലേ. 18 കിട്ടി. അപ്പോൾ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വെച്ച് ഇത് ഫാക്ടറൈസേഷൻ ചെയ്യാം? 3 വെച്ച് ചെയ്യാം. അപ്പോൾ 3 വെച്ച് ചെയ്യുമ്പോൾ 3 ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഫസ്റ്റ് ഡിജിറ്റ് 7 ആണ്. 7 3നേക്കാളും വലുതല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് എടുത്ത് അത് 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 1 3s are 3, 3 2s are 6, 3 3s are 9. 9 ആവുമ്പോൾ ഈ 7നേക്കാളും വലുതായി പോകും. അപ്പോൾ നമുക്കത് പറ്റില്ല. 3 2 ഏറ്റവും അടുത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. അപ്പോൾ 3 2, 3 2s are 6. 6 അല്ല നമുക്ക് ഇവിടെ ഉള്ളത് 7 ആണ്. അപ്പോൾ ആ ബാലൻസ് ഉള്ള 1 ഇല്ലേ, ആ ബാലൻസ് ഉള്ള 1 നമുക്ക് ഇവിടെ ഇട്ട് എഴുതാം. ഇപ്പോൾ നമുക്ക് അടുത്ത ഡിജിറ്റിലോട്ട് വരുമ്പോൾ എന്ത് വായിക്കണം? അത് 2 എന്നല്ല വായിക്കേണ്ടത്, അതിന്റെ ബാലൻസ് 1 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 12 എന്ന് വായിക്കണം. മനസ്സിലായോ? 12. ഇപ്പോൾ 12ല് 3 എത്ര ആവശ്യമാണ്? 4 3s are 12. 4 3s are 12. ഓക്കെ. ഇനി അടുത്ത ഡിജിറ്റ് ആണ് 9. 9 എങ്ങനെയാ? 3 3s are 9. നമുക്ക് ഇത് കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. 7 2 9 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. കണ്ടോ? 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 2s are 6, ബാലൻസ് 1. ഇവിടെ നിന്ന് 2 ഇറക്കി എഴുതുമ്പോൾ 12. 12ൽ 3 4 times 4 3s are 12. ഓക്കെ. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9 ഇറക്കി എഴുതി. 9ൽ എത്ര ആവശ്യം? 3 3s are 9. ഉണ്ടോ? അപ്പോൾ ആൻസർ 243 കിട്ടി. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ചെയ്യാം. പക്ഷെ നിങ്ങളിപ്പോൾ 8th-ലാണ്. അപ്പോൾ നമുക്ക് ഈ ഡിവിഷൻ ചെയ്തല്ല, ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി ഇതിനെ ഫാക്ടർ ചെയ്യാം. 2 4 3 ഇത് ആഡ് ചെയ്ത് നോക്കി. 2 + 4 + 3 എത്ര കിട്ടും? 9 അല്ലേ. 9 കിട്ടും. അപ്പോൾ 9 എന്താണ്? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സംഖ്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 വെച്ച് നമുക്കിതിനെ ചെയ്യാം.
ഇതിൽ നോക്കാം 2 4 3 243. അതിൽ ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 3-നേക്കാളും ചെറിയ സംഖ്യയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് 1 ഡിജിറ്റ് അല്ല, ഫസ്റ്റ് 2 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കണം. ഫസ്റ്റ് 1 ഡിജിറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം 2 ലെസ് ദാൻ 3 ആണ്. സോ നമ്മൾ 24 ആയിട്ട് എടുക്കുക. 24 3 എത്ര പ്രാവശ്യം? 8 അല്ലേ. 8 3s are 24. ഇതിൽ ബാലൻസ് ഉള്ളത് ഇനി 3 ആണ്, അത് 1 1 3s are 3. 81 കിട്ടി. അപ്പോൾ നമ്മൾ 81 കിട്ടുമ്പോൾ 9 വെച്ച് ചെയ്യാം എന്ന് വിചാരിക്കരുത്. നമ്മൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 8 + 1 8 + 1 എത്രയാ? 9. അപ്പോൾ എന്തായാലും ഇത് എന്തിൽ പോകും? 3 കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ. 3 ഫസ്റ്റ് ഡിജിറ്റ് എടുക്കാം. 8 ആണ്. 8 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നില്ല, പക്ഷേ അതിന് തൊട്ട് അടുത്തുള്ള വരുന്നത് എന്താ? 2 അല്ലേ. 2 3s are 6. ബാലൻസ് 6 കഴിഞ്ഞാൽ 7 8. ബാലൻസ് എത്രയുണ്ട്? 2. ആ 2 ഇവിടെ എഴുതാം. അപ്പോൾ 2 3s are 6. 6 കഴിഞ്ഞാൽ 7 8. ആ ബാലൻസ് നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതി. അപ്പോൾ നമുക്ക് ഈ സംഖ്യ എന്ത് വായിക്കണം? 21 ആയിട്ട് വായിക്കണം. അത് ഇവിടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടി ഇവിടെ വലുതായിട്ട് കാണിച്ചു തരാം. ഇവിടെ 3 ആണെങ്കിൽ 2 3s are 6. 6 കഴിഞ്ഞാൽ 7 8. 7 8 എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ബാലൻസ് അല്ലേ. അപ്പോൾ ആ 2 ഇവിടെ എഴുതുക. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് വായിക്കണം? 21 എന്നാണ് റെഡി ചെയ്യേണ്ടത്. അപ്പോൾ ഈ 21-ലെ 3 എത്ര പ്രാവശ്യം? 7 7 3s are 21. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഈ ഫാക്ടറി ചെയ്യണമൊക്കെ. ഇനി വീണ്ടും 7 + 2 നമുക്ക് ഇങ്ങനെ എഴുതി കൂട്ടണമെന്നില്ല അല്ലേ. നമുക്ക് ഇപ്പം ഇങ്ങനെ എഴുതി ആഡ് ചെയ്ത് 9 എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ 2 + 7 2 + 7 9. അപ്പോൾ 9. അപ്പോൾ 9 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3. അപ്പം 2 ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ 2 3-നേക്കാളും ലെസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത സംഖ്യകൾ ഒരുമിച്ചായിട്ട് എടുക്കണം. 27 27-ൽ 3 എത്ര പ്രാവശ്യം? ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ? 9 9 3s are 27. ഓക്കെ, ഇനി ഇതിന് 9 ആകുമ്പോൾ നമുക്ക് 3 3s are 9. ഇനി നമുക്ക് ലാസ്റ്റ് 1 കിട്ടണ വരെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ഇത് 3-നെ നമുക്ക് ഒന്നും കൂടി ഫാക്ടർ ചെയ്യാം. 3 അല്ലേ. 1 3s are 3. ലാസ്റ്റ് നമുക്കിതുപോലെ 1 കിട്ടുന്ന വരെ ചെയ്യാം. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഉപയോഗിച്ച് വേണം ചെയ്ത് വരാനായിട്ട്. ഇനി നമുക്ക് ചെയ്യുന്നത് 729-ന്റെ സ്ക്വയർ റൂട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ കിട്ടിയെന്നുള്ളത് എടുത്തെഴുതാം. എത്ര എണ്ണം ഉണ്ട്? എത്ര 3 ഉണ്ട്? 1 2 3 4 5 6. 6 3 ഉണ്ട് അല്ലേ. 1 2 3 4 5 6. ഇനി ഇതിൽ നിന്ന് നമുക്ക് പെയറായിട്ട് എടുക്കണം. നമുക്ക് കിട്ടിയ ആൻസർ ഇതെല്ലാം നമ്മളിങ്ങനെ എഴുതി അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ പെയറായിട്ട് തിരിക്കാം. 3 3 ഉള്ളത് ഉണ്ടോ? ഓരോ ജോഡിയിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് എടുക്കണം. അപ്പോൾ ഇതാണൊരു പെയർ. അതിൽ നിന്നും ഒരു 3 എടുക്കുക. അപ്പോൾ ഇതിൽ വന്നതിൽ നിന്നും ഒരു 3. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇടണം കേട്ടോ. പിന്നെ ഇവിടെ 2 3 ഉണ്ട്, ആ 3-യിൽ നിന്നും വരണം. അപ്പോൾ ഓരോ 2 ഇത് വരുന്നതിൽ നിന്നും ഓരോന്നും എടുത്ത് എഴുതുക. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 3s are 9 9 3s are 27. അപ്പോൾ എത്ര ആൻസർ കിട്ടി? 27. അപ്പോൾ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ അല്ലേ. അപ്പോൾ 729-ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 27. ഇത് 27 സ്ക്വയർ ആണ് എന്ത്? 729. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 27. മനസ്സിലായില്ലേ ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും ചെറിയ ഫാക്ടർ ഉപയോഗിച്ച് ചെയ്തു പോരുക. പിന്നെ 3 കൊണ്ടുള്ള ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണോ നോക്കുക. പിന്നെ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2 വെച്ചായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെന്നുണ്ടെങ്കിൽ 5 വെച്ച് ചെയ്യാം. പക്ഷേ അത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലൊക്കെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 15-ന്റെ കേസിലൊക്കെ പറഞ്ഞിട്ട് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 3 വെച്ചായി ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി ഇതുപോലെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം.
ഇനി സെക്കൻഡ് 400, ഇങ്ങടുത്ത് 400 ആണ്. അപ്പോൾ അത് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. ഈവൻ നമ്പറാണ് അല്ലേ, 400 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 വെച്ച് ചെയ്യാം. 2 2s are 4. 0 വരുമ്പോൾ 0 എഴുതിയാൽ മതി, 0 തന്നെ അങ്ങ് ഇറക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 2 2s are 4, 0 0. ഇനി വീണ്ടും ഈവൻ നമ്പറാണ്, നമുക്ക് എന്തുകൊണ്ട് തന്നെ ചെയ്യാം 2. 1 2s are 2, വീണ്ടും 2 0. ഈവൻ നമ്പറാണ്, ദെൻ 2 വെച്ച് തന്നെ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് 1 ആണ്, 1 2നേക്കാളും ചെറിയ നമ്പറാണ്, സ്മോൾ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുമ്പോൾ എന്താ റെഡി ചെയ്യണത് 10 അല്ലേ. അപ്പോൾ ഇനി 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ എപ്പോഴാണ് 10 വന്നേന്ന് നോക്കാം. അപ്പോൾ 5 2s are 10, ദെൻ ലാസ്റ്റ് ഒരു 0. ഇനി വീണ്ടും 2 വെച്ച് തന്നെ, കാരണം ഈവൻ നമ്പറാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 വരാനായിട്ട് 2 2s are 4. 5 വരില്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അല്ലേ. അപ്പോൾ ഏറ്റവും അടുത്ത മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. അപ്പോൾ 2 2s are 4. 4 കഴിഞ്ഞ് 5 ആവാൻ ബാലൻസ് 1 ഉണ്ട്. ആ 1 നമുക്ക് തൊട്ടിപ്പുറത്തെ നമ്പറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ. അപ്പോൾ 1 ഇവിടെ ഇടുമ്പോൾ ഇതെന്തായി വായിക്കണം ഇനി 10. അപ്പോൾ 2ന്റെ ടേബിളിൽ എപ്പോഴാണ് 10 വന്നത് 5. 5 2s are 10. ഇതിനി 25 ഒരു ഈവൻ നമ്പർ അല്ല. അപ്പോൾ നമുക്ക് ഇനി 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് 3 ആണോ, 2 + 5 7 ആണ്. അപ്പോൾ അതുകൊണ്ട് 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം 5 കൊണ്ട്. അപ്പോൾ 5 5s are 25 അല്ലേ. 5 5s are 25. ഇനി 5ന് 5 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 5 5 1 5s are 5. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 1 ഇട്ടില്ല. അപ്പോൾ നമ്മൾ തീർന്നു. നമുക്കെല്ലാം എടുത്ത് എഴുതണം. 400 നമുക്ക് എഴുതാനായിട്ട് എന്തൊക്കെ എഴുതണം 2 എത്ര ടൈംസ് ഉണ്ട് 1 2 3 4 2 ഉണ്ട്. ഇനിയോ 2 5. ഇനി എന്ത് ചെയ്യേണ്ടത്, അതിനെ ജോഡിയാക്കണം അല്ലേ, ഒരു പേരാക്കണം. പിന്നെ ഇതിൽ നിന്നും ഈ 2ൽ നിന്നും ഒരു 2 നമുക്ക് ഇങ്ങോട്ട് ഇറക്കി എഴുതാം. ഇനി ഇതിൽ ഇത് വന്നേക്കണിൽ നിന്ന് ഒരു 2, ഈ 5 × 5 വന്നേക്കണിൽ ഒരു 5. ഇനി എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 2 2s are 4, 4 × 5 20. അപ്പോൾ ആൻസർ എത്ര കിട്ടി 20. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 ആൻസർ 20. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാലോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ 1764 1764. ഇത് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് നമ്പറാ ഈവൻ നമ്പർ അല്ലേ. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്, അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യേണ്ടത് 2 വെച്ച് 2ൽ ഫസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 1 ആണ്, 2നേക്കാൾ ലെസ് ആണ്. അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. അപ്പോൾ 17ൽ 2 എത്ര പ്രാവശ്യം പോകും, അതായത് 17 എന്നുള്ള ടേബിളിൽ വരില്ല. അപ്പോൾ തൊട്ടടുത്ത നമ്പർ അപ്പോൾ 8 2s are 16. അതിനേക്കാളും വലുതെടുക്കാൻ പാടില്ല. ഇപ്പോൾ 9 2s are വരുമ്പോൾ 18 ആവും. 9 2s are 18. അപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഇപ്പോൾ ഇതിൽ 17 അല്ല നമ്മൾ എടുത്തത്. ഇങ്ങനെ വരുമ്പോൾ ആ 17ൽ ഇതിനേക്കാളും വലുതായിട്ടുള്ള 18 ആയി പോകരുത്, തൊട്ട് ബാക്കിലുള്ള. അപ്പോൾ 17 എന്നുള്ള 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരാത്തത് കൊണ്ട് തൊട്ട് അടുത്ത നമ്പറാണ് എടുക്കേണ്ടത്. അതായത് 16 അല്ലെങ്കിൽ 15 ഏതാണോ തൊട്ടടുത്ത് തന്നെ നമ്പർ അത്. നമ്മൾ 2ന്റെ ടേബിൾ ആയതുകൊണ്ട് നമുക്ക് വന്നത് 16 ആണ്. അതുകൊണ്ട് 18 എന്നുള്ള 9 ആയിട്ട് എടുക്കരുത്. അപ്പോൾ 8 2s are 16. 16 കഴിഞ്ഞ് ബാലൻസ് 7ലായിട്ട് ബാലൻസ് ഒരു 1 ഉണ്ട്. ആ 1 എന്ത് ചെയ്യണം ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത നമ്പറിന് എന്തായി വായിക്കണം 16. എന്തിവിടെ എഴുതി കാണിച്ചു തരാമെന്ന്. 2 വെച്ച് ചെയ്യുമ്പോൾ 8 2s are 16. 16ൽ ഇവിടെ നമുക്ക് 17 ആണ്. അപ്പോൾ ബാലൻസ് ഒരു 1 ഉള്ളത് ഇവിടെ വരും. അപ്പോൾ നമുക്ക് അടുത്ത് വായിക്കുമ്പോൾ ഇതിന് 6 എന്നല്ല വായിക്കേണ്ടത്, ഇതിന് നമുക്ക് ഒന്നിച്ച് 16 എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് 16ൽ 2 എത്ര പ്രാവശ്യം പോകും 8 തന്നെ അല്ലേ. 8 2s are 16. ഈ ബാലൻസ് ഇങ്ങോട്ട് മാറ്റാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതിന് 4 തന്നെ. 2 2s are 4. ഓക്കെ, മനസ്സിലായില്ലേ. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ മാറ്റി ചെയ്ത് കാണിച്ചു തന്നാണ്. അപ്പോൾ ഇവിടെ 16 പറഞ്ഞു. 8 2s are 16.
ഇനി 4 ആണ് ബാലൻസ് ഉള്ളത്. 2 2s are 4. ഇനി ഇതിനെന്തുകൊണ്ട് ചെയ്യാം? ഈവൻ നമ്പർ ആണ്, 2 വെച്ച് തന്നെ. ഫസ്റ്റ് 8 ആണ്, ഇപ്പോൾ വലിയ ബിഗർ നമ്പർ, 2-നേക്കാളും ബിഗർ നമ്പർ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഒരു ഡിജിറ്റ് എടുത്താൽ മതി. 4 2s are 8, 4 2s are 8, 1 2s are 1, അല്ല 1 2s are 2. ഓക്കെ, അതാണ് ഇവിടെ 1 വന്നിട്ടോ. 1 2s are 2. ഇനി ഇതിന് 4 4 1 ആണ്, ഇതൊരു ഈവൻ നമ്പർ അല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമ്മൾ എന്താ പറഞ്ഞത്? ഇത് 3 എണ്ണം കൂടി കൂട്ടി വെക്കണം അല്ലേ? 4 + 1 എല്ലാ ഡിജിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ 8 + 1 9 കിട്ടും. അപ്പോൾ 9 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ സുഖമായിട്ട് 3 വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ 3 ഇട്ടു. 1 3s are 3. ബാലൻസ് എന്ത് വരും? 1 ഉണ്ട്, ആ 1 ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ 14 ആയി. അപ്പോൾ 1 3s are 3, ബാലൻസ് 1 ഇവിടെ വന്നു. നമ്മൾ 14 എഴുതി. ഈ 14ൽ 3 എത്ര പ്രാവശ്യം പോകാൻ പറ്റും? അതായത് 4 3s are 12, 5 3s are 15 വരും. അപ്പോൾ 14നേക്കാളും വലുതായി പോകും. അപ്പോൾ അത് പറ്റില്ല, തൊട്ട് ബാക്കിലുള്ള. അപ്പോൾ 4 3s are 12 വരുമ്പോൾ 12 കഴിഞ്ഞാൽ പിന്നെ 13 14 2 നമ്പർ വീണ്ടും ബാക്കിയുണ്ട് 2. അപ്പോൾ ആ 2 എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 1 3s are 3, ബാലൻസ് 1 ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ ഇത് 14 ആയി. ഇനി 4 3s are 12 കഴിഞ്ഞ് ബാലൻസ് 2, ആ 2 ഇങ്ങോട്ട് ആഡ് ചെയ്തോളൂ. അപ്പോൾ ഇതിനെന്ത് വായിക്കും നമ്മൾ? 21. ഈ 3യുടെ ടേബിളിൽ എപ്പോഴാണ് 21 വന്നത്? 7 അല്ലേ? 7 3s are 21. ഇനി ഇതിനെ എന്തോന്ന് നോക്കാം. 2 പറ്റില്ല, നമുക്ക് മനസ്സിലായി, ഈവൻ നമ്പർ അല്ല. ദെൻ 3 വെച്ച് പറ്റും നോക്കി. 1 + 4 + 7 എത്ര കിട്ടും? 12. അപ്പോൾ 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 1 എടുക്കാൻ പറ്റില്ല, 3നേക്കാൾ ലെസ് ആണ്. സോ 2 ഡിജിറ്റ് കൂട്ടിയിട്ട് 14 എന്നുള്ളത് 3ൽ 4 3s are 12, 4 3s are 12, ബാലൻസ് 2 ഉണ്ട്, ആ 2 ഇവിടെ എഴുതുക. ഇപ്പോൾ 27. ഇനി 27 3ലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 3s are 27. ഇനി 49 നമുക്കറിയാം അല്ലേ? ഏതാ? 7 × 7 ആണ് 49. നമുക്ക് ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറപ്പാണ്, ഓഡ് നമ്പർ ആണ്. പിന്നെയുള്ളത് 3 വെച്ചാണ്. 3 വെച്ച് ചെയ്യാൻ പറ്റുമോ? 9 + 4 + 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 13 വരും. അപ്പോൾ 13 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി 5 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 5 അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5 വെച്ചും ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള സംഖ്യയാണ് നമ്മുടെ 7. അപ്പോൾ 7 വെച്ച് ചെയ്യാം. 7 7s are 49. ഈ 7 പോകണമെന്നുണ്ടെങ്കിൽ 7 തന്നെ നമുക്ക് ഇവിടെ എഴുതാലോ. എത്ര? 2 times. ഇനി 3 2 times, 7 2 times. ഇതാണ് എടുത്ത് എഴുതിയത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ പെയറാക്കിയിട്ട് അതിൽ നിന്നും ഓരോന്നെടുക്കണം അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും ഒരു 2, ഈ പെയറിൽ നിന്നും ഒരു 3, ഈ പെയറിൽ നിന്നും ഒരു 7. ഇനി 2 × 3 6 അല്ലേ? ഇനി 6 × 7 42. ആൻസർ ഈസ് 42. അപ്പം 1764ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 42. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ചെയ്യാലോ. 4th one. ഫോർത്ത് വൺ നമുക്കറിയാം എന്ത് നമ്പറാ? ഈവൻ നമ്പർ 4096. അപ്പോൾ അതൊരു ഈവൻ നമ്പറാണ്. സോ നമുക്ക് എന്ത് വെച്ച് ചെയ്യാം? 2 2s are 4. 0 വരുമ്പോൾ 0 അങ്ങനെ എഴുതിയാൽ മതി, കാരണം 0 2s are 0. ഇനി 9 ആണ്. 4 2s are 8. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ചെയ്തപ്പോൾ ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. 4 2s are 8, ബാലൻസ് 9 ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻസ് 1 ഉണ്ട്, 1 തൊട്ടിപ്പുറത്തെ നമ്പറിലേക്ക് എഴുതുക. അപ്പോൾ 16 2ൽ 16 8 times, 8 2s are 16. ഇത് ഈവൻ നമ്പറാണ്. 2 വെച്ച് ചെയ്യാം. 1 2s are 2, 0 4 2 2s are 4. നെക്സ്റ്റ് 8 അല്ലേ? അപ്പോൾ ഇങ്ങനെ 4 2s are 8. വീണ്ടും
2 വെച്ച്. അപ്പോൾ 1 ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. അപ്പോൾ 5 2s are 10, then 2, 1 2s are 2, 2 2s are 4, again 2 വെച്ച്. 2 2s are 4, ബാലൻസ് 1 അതിവിടെ 1 ആവും. അപ്പോൾ 11 വായിക്കും. 5 2s are 10, ബാലൻസ് 1 അതിവിടെ ആഡ് ചെയ്യും. അപ്പോൾ 12 ആയിരിക്കും. അപ്പോൾ 6 2s are 12. ഇനി വീണ്ടും 2 വെച്ച് തന്നെ, കാരണം ഈവൻ നമ്പർ ആണ്. 1 2s are 2, 2 2s are 4, ബാലൻസ് 1 16, 8 2s are 16. വീണ്ടും 2 വെച്ച് തന്നെ, 1 ചെറുതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. അപ്പോൾ 12 ആണ്. 6 2s are 12, 4 2s are 8. ഇനിയുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നതാണ് കേട്ടോ. 64. ഈ 64 മുകളിലോട്ട് എടുത്ത് എഴുതുന്നതാണ് 64. ഇനി 64നെ നമുക്ക് 2 വെച്ച് തന്നെ ചെയ്യാം. 3 2s are 6, 2 2s are 4. ദെൻ വീണ്ടും ഈവൻ നമ്പർ ആണ്. 2 വെച്ച് തന്നെ 1 2s are 2, ബാലൻസ് 1. അപ്പോൾ ഇത് 12 ആയി മാറും. 6 2s are 12. ദെൻ 2 വെച്ച് 8 2s are 16. 8 ഒരു ഈവൻ നമ്പർ ആണ്. ദെൻ 2 വെച്ച് 4 2s are 8. 2 വെച്ച് 2 2s are 4. ഈ 2നെ 2 തന്നെ. 1 2s are 2. ലാസ്റ്റ് 1 കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം എടുത്ത് എഴുതാം. 2 എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. 12 ഉണ്ട് അല്ലേ? 2 12 ഉണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ 12 2നെ എടുത്ത് എഴുതി. 4096. ഇനി നമുക്കതിനെ പെയറാക്കണം. 1 2 3 4 5 6. ഇപ്പോൾ 6 പെയറാക്കി മാറ്റി. അതിപ്പോൾ നമുക്ക് 6 പെയറാക്കി മാറ്റി നമുക്ക് എത്ര 2നെ എഴുതണം? 6 2 അല്ലേ? 2 into 2 into 2 into 2 into 1 2 3 4 5 2. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു 2 1 2 3 4 5 6. അപ്പോൾ 6 2 എഴുതി. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 2s are 4, 4 2s are 8, 8 2s are 16, 16 plus 2 32, 32 plus 2 64. ആൻസർ എത്ര കിട്ടി? 64. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 64. അപ്പോൾ 4096ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 64. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ. 5th one 7744. ഇന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാം. എന്തുപയോഗിച്ച്? 2 അല്ലേ? ഈവൻ നമ്പറാണ് 2. 3 2s are 6, balance 1, then 17, 17ൽ 8, 8 2s are 16. അപ്പോൾ ബാലൻസ് 1 വരും. ആ 1 ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ 14, 14 into 7, 7 times 7 2s are 14, then 4 2 2s are 4. ഇനി ഇത് ഈവൻ നമ്പറാണ്. അപ്പോൾ 2 വെച്ച് ചെയ്യാം. 1 2s are 2, balance 1 18, 9 2s are 18, 3 2s are 6, balance 1, 6 2s are 12. Again 2 വെച്ച് തന്നെ 9 2s are 18, balance 1, then 13, 6 2s are 12 വരും. നമുക്ക് ഇവിടെ 13 ആയിരുന്നു. 12 ആകുമ്പോൾ ബാലൻസ് 1 വരും. ആ ബാലൻസ് 1 ഇവിടെ എഴുതുക. അപ്പോൾ ഇത് 16 ആവും. 8 2s are 16, then 2 വെച്ച് തന്നെ 4 അല്ലേ? 4 2s are 8, ബാലൻസ് 1 16. അപ്പോൾ 8 2s are 16, 4 2s are 8. 2 വെച്ച് 2 2s are 4, 4 2s are 8, 2 2s are 4. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ 4 8 4 ഇതെങ്ങനെ വന്നെന്ന്
അതായത് ഈ 4 2 എത്ര പ്രാവശ്യം 2 2 2s are 4. നെക്സ്റ്റ് നമ്പർ 8 8 2 എത്ര പ്രാവശ്യം 4 4 2s are 8. നെക്സ്റ്റ് ഡിജിറ്റ് 4 ആണ്. ആ 4 2 എത്ര പ്രാവശ്യം 2. അങ്ങനെയാണ് ഈ 2 4 2 വന്നത്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം, സ്ഥലമില്ലൂടെ 242. again 2 വെച്ച് 1 2s are 2 2 2s are 4 1 2s are 2. ഇനി 121 അത് ഈവൻ നമ്പർ അല്ല, 3 വെച്ചാണെങ്കിൽ 1 + 2 + 3 3 + 1 4 3യുടെ മൾട്ടിപ്ലിക്കേഷനിൽ വരില്ല. പിന്നെ 5 അല്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല. 7ൽ പോവില്ല. 7ൽ ഇപ്പോൾ പോകുന്നത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 121 ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 1 7s ഹോൾ അല്ലേ, 2 7s ആകുമ്പോൾ 49 ഇപ്പോൾ 17 ബാലൻസ് 5 51. പിന്നെ 7 7s are 49. അപ്പോൾ റിമൈൻഡർ വരും അല്ലേ 49. അപ്പോൾ റിമൈൻഡർ എന്താണെന്ന് നമുക്ക് പറ്റില്ല. റിമൈൻഡർ 0 വന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 7 വരില്ല. പിന്നെ 121 എന്തിൻ്റെയാണ് നമുക്കറിയാം, 11 × 11 അല്ലേ 121. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം 11 അല്ലെങ്കിൽ 12 വരെയൊക്കെ സ്ക്വയർ റൂട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇപ്പം ഇവിടെ 11 അല്ലേ 11 ആണ് 121. അല്ലെങ്കിൽ നമുക്ക് നോക്കാം 11 വരും. ഇപ്പോൾ ബാലൻസ് ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു 1 വരും. അപ്പോൾ അതിന് 1 1 11 മനസ്സിലായി എന്താ പറഞ്ഞു 121 അതിന് 11 കൊണ്ട്. അപ്പോൾ 11 കൊണ്ട് ആദ്യത്തെ 1 ഡിജിറ്റ് വരില്ല, 1 സ്മോൾ ആണ്. ദെൻ നമ്മൾ ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കും. 12 ആണ്. 12ൽ 11 എത്ര പ്രാവശ്യം 1. അപ്പോൾ 1 11 ദെൻ ബാലൻസ് ഒരു 1 ഉണ്ട്, അതോടെ വരുമ്പോൾ ഇതൊരു 11 ആയിട്ട് വായിക്കും നമ്മൾ. ആ 11നെ 11 ആയിട്ട് 1 ടൈം, അതാണ് 11 വന്നത് കേട്ടോ. ഇനി 11ൽ കാരണം ലാസ്റ്റ് ഒരു പ്രൈം നമ്പറാണ് വന്നിരിക്കുന്നത്, അപ്പോൾ 11 തന്നെ. 11 കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. 1 11. ഇനി നമുക്കെല്ലാം എടുത്തെഴുതണം. 7 7 4 എത്ര 2 ഉണ്ട് 6 2. പിന്നെയുള്ളത് 2 11. ഇനി പേരാക്കണ്ടേ, ഇവിടെ ഇത് ഇപ്പോൾ 2ൻ്റെ നമുക്ക് എത്ര എടുക്കുക എഴുതാം 1 2 3. 11 ഒരു 11. ഓക്കെ, അപ്പോൾ 2 2s are 4 4 2s are 8 8 × 11 88. അപ്പോൾ 5ൻ്റെ ആൻസർ 7744. ആൻസർ എത്രയാണ്, സ്ക്വയർ റൂട്ട് എത്രയാണ് 88. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 6th ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 വെച്ച് ചെയ്യാം. 4 2s are 8 8 2s are 16 0 2 2s are 4 2 വെച്ച് 2 2s are 4 4 2s are 8 0 അങ്ങനെ എഴുതാം. 1 2s are 2. ഇനി ഇത് ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് തന്നെ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. 3 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. 2 + 4 6 6 + 1 7 3ലെ മൾട്ടിപ്ലിക്കേഷൻ എവിടെ വരില്ല, അപ്പോൾ അതുകൊണ്ട് വരില്ല. ഇനി 5 വെച്ചും വരില്ല. പിന്നെ ഉള്ളത് 7 ആണ്. അപ്പോൾ 7ൽ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോലെ ചെയ്ത് നോക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 3s are 21. 4 1 കുറച്ചോ 3 0 7 4s are 28 2 1 താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ 1 21 7 3s are 21. ഇപ്പോൾ റിമൈൻഡർ 0 മീൻസ് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിനെ 7 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യാം. 7 7
ഇതല്ല നമുക്ക് നേരത്തെ കിട്ടിയത് ഡിവൈഡ് ചെയ്തപ്പോൾ. 7 3s are 21. 21 കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് നമ്മൾ 3 21, 22, 23, 24. ബാലൻസ് വരുന്ന 3 ഇങ്ങനെ വെച്ച് ചെയ്യാം കേട്ടോ. 3 ഇവിടെ ഇപ്പോൾ 30 ആണ്. 30ൽ 4, അതായത് 7 4s are 28. 28 വരുമ്പോൾ 30 ആണ് ഇവിടെ, 28 ബാലൻസ് 2 ഉണ്ട്. ആ 2 ഇവിടെ എഴുതുക. അപ്പോൾ 21, 21ൽ 7 3 times. 7 3s are 21. ഇനി 3 4 3. 3 plus 4 7. 7 plus 3 10. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3ൽ പോവില്ല. നമുക്ക് 7 തന്നെ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. 7 4s are 28. 28ന്റെ ബാലൻസ് എത്രയുണ്ട്? 6. ഇത് 7 4s are 28. 28ൽ നിന്ന് 34 ആവാനായിട്ട് ഇനി 6 ഉണ്ട്. അപ്പോൾ ആ 6 എഴുതുക. നമുക്ക് എന്ത് വയ്ക്കാം? 63. അപ്പോൾ 9 7s are 63. 49 നമുക്ക് 7ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ 7 7s are 49. 7 പ്രൈം നമ്പറാണ്. സോ 7 അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 7 നമുക്ക് എടുത്തെഴുതാം. 2 into 2 into 7 എത്ര ടൈംസ് ഉണ്ട്? 4 7 ഉണ്ട്. ഇതിങ്ങനെ പെയർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് 2ൽ നിന്നും ഒരു 2, ഈ രണ്ട് 7ൽ നിന്നും ഒരു 7, ഈ രണ്ട് 7ൽ നിന്നും ഒരു 7. അപ്പോൾ 2 into 7 7 into 7 ചെയ്യാം. 2 into 7 14, 14 into 17 98. ആൻസർ 3 സ്ക്വയർ റൂട്ട് ഓഫ് 9604ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ആൻസർ 98 കിട്ടി. ഓക്കെ. 7th ക്വസ്റ്റ്യൻ 5 9 2 9. ഈവൻ നമ്പർ അല്ല, 2 വെച്ച് ചെയ്യാൻ പറ്റില്ല, 5 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി 3 വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് നോക്കാം. 5 + 9 + 2 + 9 കൂട്ടുമ്പോൾ നമുക്ക് 25 കിട്ടും. 25 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ 25 നമുക്ക് ഇതിന് ഈ നമ്പറിനെ നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് 7 ആണ്. അപ്പോൾ നമുക്ക് 7 ഇട്ട് നോക്കാം. 7. ഇപ്പോൾ 59ൽ 7 എത്ര പ്രാവശ്യം പോകും? 8. 7 × 8 56. 56 കഴിഞ്ഞാൽ ബാലൻസ് 3 ഉണ്ട്. ആ 3 നമുക്ക് എഴുതാം. അപ്പോൾ 32 അല്ലേ, 32. അപ്പോൾ 7 4s are 28. 32 ആണ് നമുക്കിവിടെ ഉള്ളത്. 7 4s are 28. 28 കഴിഞ്ഞാൽ ബാലൻസ് 29 30 31 32. ബാലൻസ് ഇനി 4 ഉണ്ട്. അപ്പോൾ 4 ഇവിടെ എഴുതാം. നമുക്ക് ഇനി എന്ത് വായിക്കാം? 49. 49 എന്തിൻ്റെ? 7 7s are 49. ഇനി 8 4 7. ഇത് നമുക്ക് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും? 8 + 4 + 7 19 കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 19 കിട്ടും. അപ്പോൾ 19 നമ്മുടെ 3ൽ പോകാൻ പറ്റില്ല, 5 പറ്റില്ല. പിന്നെ നമുക്ക് 7 ചെയ്ത് നോക്കാം. 7. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 7നേക്കാളും വലുതായതുകൊണ്ട് നമുക്ക് 1 ഡിജിറ്റ്, ആദ്യത്തെ 1 ഡിജിറ്റ് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ 1 7s are 7, ബാലൻസ് 1 ഉണ്ട്, അതിവിടെ 49 വരും. 7 2s are 14, 1 7s are 7, 121. 121 എന്ന് ഏതായതുണ്ട് നമ്മൾ 11 തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലും ചെയ്താണ് അല്ലേ. 11 ഇത് 1 11 11 ബാലൻസ് 1, ഇവിടെ 11 ബാലൻസ് 1 × 11 11. ഇതൊരു പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ 11 കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. 11 എഴുതുക, 1 എഴുതുക. അപ്പോൾ ഇതൊക്കെ നമ്പർ 7 11. ഇതിനെ പെയറാക്കുമ്പോൾ ഈ 7 × 7 നിന്ന് ഒരു 7, ഈ 11 × 11 നിന്ന് ഒരു 11. 7 × 11 77. സോ സ്ക്വയർ റൂട്ട് ഓഫ് 5929 ആൻസർ എന്താ? സ്ക്വയർ റൂട്ട് എന്താ? 77. ഓക്കെ. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈവൻ നമ്പറാണ്, 2 ചെയ്യാം. 4 2s are 8, balance 1. 6 2s are 12, 6 2s are 12. പിന്നെ ഉള്ളത് 1 ആണ് അല്ല, 1ൽ നമുക്ക് 2 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 0. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ 6 2s are 12. 12 റിമൈൻഡർ ഒന്നുമില്ല, ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വെറുതെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2നേക്കാളും ചെറുതാണ് 1. അപ്പോൾ അതുകൊണ്ട് നമുക്കത് 0 ആയിട്ട് എഴുതാം. അപ്പോൾ 0 എഴുതി കഴിഞ്ഞിട്ട്
തൊട്ടടുത്ത് വരുമ്പോൾ അതിന് അടുത്തതായിട്ട് 16 എന്ന് വായിക്കാം. ഇപ്പോൾ 16 ടു എത്ര പ്രാവശ്യം 8 2s are 16. ഇതിന് 2 2s are 4 3s are 6 0 അത് തന്നെ എഴുതുക 4s are 8 2 1s are 2 1s are 2 എന്ന് വരുള്ളൂ. ബാലൻസ് 1 5s are 10 2s are 4 വീണ്ടും 2 5s are 10 ബാലൻസ് 1 15 വരും 7s are 14 ബാലൻസ് 1 വരും 6s are 12 വീണ്ടും 2s are 4 ബാലൻസ് 1 17 8s are 16 ബാലൻസ് 1 വരും ഇവിടെ 16 8s are 16 ഇനി ഇവിടെ ചെയ്യാതെ സ്പേസ് ഇല്ലാത്തതിന് മുകളിലോട്ടെടുത്ത് എഴുതുന്നതാണ് 2 വെച്ച് തന്നെ 1s are 2 4s are 8 4s are 8 വീണ്ടും 2 ചെയ്യാൻ പറ്റും ഈവൻ നമ്പർ ആണ് 7s are 14 2s are 4 വീണ്ടും 2 3s are 6 ബാലൻസ് 1 ഇവിടെ 12 6s are 12 വീണ്ടും 2 1s are 2 ബാലൻസ് 1 8s are 16 then 2 9s are 18 ഇപ്പോൾ 9 ആയി നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാം 3 അല്ലേ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ് 9 3s are 9 ഈ 3നെ 3 കൊണ്ട് തന്നെ. അപ്പോൾ ഇനി 2 എത്ര ഉണ്ടെന്ന് നോക്കാം 1 2 3 4 5 6 7 8 9 10 2s ഉണ്ട്. ത്രീ 3 6 7 8 9 10 ഇനി 3 എത്ര ഉണ്ട് 2 ഇതിൽ നിന്നും ജോഡിയാക്കിയിട്ട് നമുക്ക് ഓരോന്നിട്ട് എഴുതാം. ഇതിൽ നിന്നും ഒരു 2 ഒരു 2 ഒരു പേരിൽ നിന്ന് ഒരു 2 ഈ പേരിൽ നിന്ന് ഒരു 2 ഈ പേരിൽ നിന്ന് ഒരു 2 ഈ പേരിൽ നിന്നൊരു 3 അല്ലേ 2s are 4 4s are 8 8s are 16 16 into 32 32 into 3 32 into 3 6 96 ആൻസർ 96 529 3ഉം 7ഉം 11 വെച്ചൊന്നും പറ്റില്ല. നമുക്കത് ഇത്തിരി വലിയ പ്രൈം നമ്പറായ 23 വെച്ചിട്ട് പറ്റുള്ളൂ. 23 into 23 ആണ് 529 23 into 23 സ്ക്വയർ ആണ് 529. അപ്പോൾ നമുക്കിത് 23 വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 23 into 23 അല്ലേ അപ്പോൾ ഇവിടെ 23 അതായത് 2 times 23 ഇതിന് 23 പ്രൈം നമ്പർ ആണല്ലോ അതുകൊണ്ട് 23 എന്ന് വരുള്ളൂ. നമുക്ക് എന്ത് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് 529 ഇതൊക്കെ 23 into 23 ഇനി ഈ പേരിൽ നിന്നും ഒരു 23 അതായത് എൻ്റെ ആൻസർ 23. അപ്പോൾ 23 സ്ക്വയർ റൂട്ട് ഓഫ് 529ൻ്റെ ആൻസറാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 529 ആണ് എന്ത് 23. ഓക്കെ നെക്സ്റ്റ് 10th question 8100 ഈവൻ നമ്പറാണ്. 2 വെച്ച് ചെയ്യാം 4s are 8 1 പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞത് 0. പിന്നെ നമുക്കത് 10 ആയിട്ട് നോക്കാം 5s are 10 0 2 2s are 4 0 ഇറക്കി എഴുതുക 2s are 4 ബാലൻസ് 1 5s are 10 ദെൻ 5 ആണെന്ന് വിചാരിച്ചിട്ട് 5ൽ ആദ്യം കയറി ചെയ്യരുത്. മറ്റേണ്ടത് ആഡ് ചെയ്ത് നോക്കുക ആദ്യം 2 + 2 4 4 + 5 9 അപ്പം 9 കിട്ടും. അതായത് 9
3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ്. അപ്പൊ 3 കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ അത് 5 ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം ഫാക്ടർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ 3 വെച്ച് ചെയ്യാം. ഇപ്പൊ 3 20 3 6 3s are 18 ബാലൻസ് 2 22 വരും. 7 3s are 21 ബാലൻസ് 1 വരും. 15 5 3s are 15. ഇതുപോലെ തന്നെ 5 ആണെങ്കിൽ 5 വെച്ച് ചെയ്യരുത്. ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 6 + 5 + 6 + 7 + 5 അല്ല, ഓരോ ഡിജിറ്റും ആഡ് ചെയ്ത് നോക്കുക. 6 + 7 + 5 അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. 18 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് 3ൽ ചെയ്യാം. 2 3s are 6 2 3s are 6 ബാലൻസ് 1 5 3s are 15. 2 2 5 ഇതും ആഡ് ചെയ്ത് നോക്കാം. 2 + 2 4 4 + 5 9. എന്തുകൊണ്ട് ചെയ്യാം? 3 വെച്ച് തന്നെ. 7 3s are 21 ബാലൻസ് 1 15 5 3s are 15. Then 75 7 + 5 10 12 ആണ് വരുന്നത്. അപ്പോൾ 12ഉം 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 വെച്ച് ചെയ്യാം. 2 3s are 6 ബാലൻസ് 1 5 3s are 15. അപ്പോൾ നമുക്ക് 25 ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 25 5 + 2 7 3ന്റെ ടേബിൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് തന്നെ ചെയ്യാം? 5 5s are 25. ദെൻ 5ന് 5 തന്നെ നമുക്കെല്ലാം എടുത്തെഴുതാം. എത്ര ടൈംസ് ഉണ്ട്? 1 2 1 2 3 4 4 9 5 2 times. ഞാൻ പേരിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് ഒരു 2 3 3 5 2 into 3 6 6 into 3 18 18 into 5 90. ആൻസർ എത്രയാണ്? 90. അപ്പോൾ 10th വണ്ണിൻ്റെ ആൻസർ 90 വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 8100. എൻ്റെ ആൻസർ എത്രയാണ്? 90. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.